ഇപ്പോൾ എൻ്റെ കയ്യിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞു. കയ്യിലൊക്കെ ഒന്ന് ഉണങ്ങി. ഈ സമയത്ത് നമുക്കൊരു മസാജ് കൊടുക്കാം. ഇപ്പം ഞാൻ നല്ലൊരു മസാജ് കൊടുത്ത് നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം. കയ്യിൽ വരുന്ന മാറ്റം കണ്ടോ? നല്ല ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ ടാനൊക്കെ മാറി കൈ നല്ലപോലെ വെളുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കഴുത്തിലും കയ്യിലും കാലിലും ശരീരം മൊത്തം തേക്കുക. അത്രയും നല്ല റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും രണ്ട് കൈയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം കണ്ടോ? ഇത്രയും വ്യത്യാസം നമുക്ക് തരുന്നുണ്ട്. കൈയിൻ്റെ ഇവിടുന്ന് ഇവിടേക്ക് വ്യത്യാസം കണ്ടോ? നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള ഒരു പാക്കുമായിട്ടാണ്. നമ്മുടെ മുഖത്തെ കരിമങ്കൽ ഏറ്റവും കൂടുതൽ എല്ലാവരും അലട്ടുന്ന ഒരു പ്രശ്നമാണ് പിഗ്മെൻറ്റേഷൻ. മുഖക്കുരു വന്ന പാടുകൾ, മുഖത്ത് കറുത്ത ഡോട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നമാണ്. അപ്പോൾ അത് മാറാൻ സഹായിക്കും. സ്കിൻ നല്ലപോലെ ക്ലിയറായി വെളുക്കാൻ സഹായിക്കും. പിന്നെ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മളിത് ഡെയിലി ഉപയോഗിക്കണം. ഒരു മാസം നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുക. സിമ്പിളായിട്ടുള്ള പാക്കാണ്, അടുക്കളയിലുള്ള സാധനമാണ്. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം ഒരാഴ്ചത്തേക്കൊക്കെ നമുക്ക് ഒരു കേടുപാടും കൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരാഴ്ചത്തേക്കായിട്ട് നിങ്ങളിത് മാറ്റി ഉണ്ടാക്കിയാൽ മതി. നല്ല അടിപൊളി സിമ്പിൾ പാക്കാണ്. എന്തൊക്കെ ചെയ്തിട്ടും റിസൾട്ട് കിട്ടണില്ല, മുഖം വെളുക്കണില്ല, അഥവാ എന്തെങ്കിലും റിസൾട്ട് കിട്ടിയാൽ അത് അപ്പം തന്നെ മാറിപ്പോവുകയാണ്. മുഖം കഴുകി കുറച്ച് നേരത്തിന് ആ ഗ്ലോ നിൽക്കുള്ളൂ, അത് കഴിഞ്ഞ് പറഞ്ഞാൽ ആ ഗ്ലോ മൊത്തത്തിൽ പോവുകയാണ് എന്നൊക്കെ പറയില്ലേ. അങ്ങനെയുള്ളവർ ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇത് ഒരു മാസം കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങളുടെ മുഖത്തിന് നല്ല വ്യത്യാസം പറഞ്ഞാൽ നല്ല വ്യത്യാസം. പിഗ്മെൻറ്റേഷൻ പറഞ്ഞ സാധനമൊക്കെ നല്ലപോലെ ഉണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് മാറുന്ന ഒരു കാര്യമില്ല. ഞാനിപ്പോൾ തന്നെ പറയുകയാണ്, പിഗ്മെൻറ്റേഷൻ, മെലാസ്മ ഇതൊക്കെ പെട്ടെന്നൊന്നും മാറില്ല. പക്ഷേ മുഖക്കുരു വന്ന പാടുകളൊക്കെ ഒരു 10 ദിവസം ആകുമ്പോഴേക്കും തന്നെ നമുക്ക് കൂടുതലല്ല കുറവുള്ളൂ വെച്ചാൽ ഇത് നോക്ക്. ഇതിപ്പോൾ വന്നിട്ടൊരു 5-6 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായി മങ്ങി വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ നല്ല വ്യത്യാസം വരും. അതുമാതിരി തന്നെ നമ്മുടെ സ്കിന്ന് ഒരു പ്രായമാകുമ്പോൾ ഒന്ന് നമുക്ക് ഒരു ലൂസാവും. അതിനെ ഒന്ന് ടൈറ്റ് ആക്കാൻ ഇത് സഹായിക്കും. ഇത് മുഖത്ത് തേച്ചതിന് ശേഷം സംസാരിക്കുകയോ ചെയ്യരുത്. അതുപോലെ കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ തേക്കുക. കുളിക്കുമ്പോഴും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. നല്ല അടിപൊളി സിമ്പിൾ പാക്കാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയണത്. ഒരുപാട് പേര് പറയുന്നുണ്ട് ഇത്ര പ്രായമായി അലച്ച എൻ്റെ മുഖത്ത് നിറച്ച് ഡോട്ട് കറുത്ത കുത്തുകളാണ്, അല്ലെങ്കിൽ ചിലവർ പറയാറുണ്ട് മുഖത്ത് പിഗ്മെൻറ്റേഷൻ വന്നു. അങ്ങനെയുള്ള ഒരുപാട് കമൻറ്റുകൾ ഇപ്പോൾ കുറച്ചായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്രദമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെ വീട്ടിലും നമ്മൾ കണ്ണി കണ്ട ആയുർവേദ പൊടികളും കാര്യങ്ങളും വാങ്ങണമെന്നൊന്നും എല്ലാ വീട്ടിലും ഉണ്ടാവില്ല. അപ്പോൾ ഇത് പറഞ്ഞാൽ എല്ലാവരുടെയും അടുക്കളയിലുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയണത്. എല്ലാ സാധാരണക്കാർക്കും, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റി നല്ലൊരു പാക്കാണ് കേട്ടോ. ഇത് പിഗ്മെൻറ്റേഷൻ മാറി മുഖം വെളുക്കാൻ ഉറപ്പായിട്ട് സഹായിക്കുള്ളൂ. ഞാൻ പിന്നെയും പറയണം, ഒരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ച തേച്ചിട്ട് നിങ്ങൾ നിർത്തരുത്. ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് തേക്കി. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും 10 ദിവസം ആകുമ്പോഴേക്കും തന്നെ റിസൾട്ട് കണ്ടു തുടങ്ങും, നല്ല മാറ്റം വന്നു തുടങ്ങും. അതിന് ശേഷം നമ്മൾ പിന്നെ അത് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു മാറ്റമാണ്. 30 ദിവസം നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് നല്ല റിസൾട്ടാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ 3 വട്ടം ഓരോ ദിവസം ഇടവിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്താ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ കാണിച്ചാൽ എൻ്റെ പേര് ദീപ എന്നാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ കൂടെ സപ്പോർട്ടിനുണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം. ഇതിപ്പോൾ ഉഴുന്നിൻ്റെ മാവാണേ. ഇപ്പോൾ അരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ അതാ ഉഴുന്ന് ആദ്യം അരച്ച് മാറ്റി വെച്ചു. അരി അരച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആവശ്യം ഉഴുന്നു മാവാണ്. ഉഴുന്നിൻ്റെ മാവ് നമുക്ക് ഇപ്പോഴേക്ക് ആവശ്യത്തിനുള്ളത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് ഞാൻ ഒരാഴ്ചത്തേക്കുള്ളത് ഒരു ഡപ്പയിലാക്കി വെക്കുകയും ചെയ്യുക. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, നമുക്ക് ഒരാഴ്ച ഉപയോഗിക്കാം. ഇപ്പോൾ ഇതാ ഉഴുന്നിൻ്റെ മാവ് നമുക്ക് ഇതിൽ 1 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യം ഇതിലേക്ക് നല്ല പുളിച്ച തൈരാണേ. ഈ തൈര് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുമാവ് എടുത്തുക്കണമെന്ന് വെച്ചാൽ ചെറിയ സ്പൂണിന് 1 സ്പൂൺ നിറച്ച് തൈര് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല പോലെ നമ്മുടെ ഉഴുന്നുമാവും തൈരും കൂടി മിക്സ് ചെയ്യുക.
ടാൻ മാറ്റാൻ തൈര് നല്ലപോലെ സഹായിക്കും. സ്കിന്നിനൊരു തിളക്കം കൊണ്ടുവരാൻ സഹായിക്കും. ഉഴുന്ന് നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ മാറാനും മുഖം വെളുക്കാനും മുഖക്കുരു വന്ന പാടുകൾ മാറാനും മുഖത്തിനെ ഒന്ന് ടൈറ്റാക്കാൻ ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഉഴുന്നാണ്. മുഖം നല്ലപോലെ വെളുക്കാൻ ഉഴുന്ന് സഹായിക്കും. ഒരുപാട് ഉഴുന്നിൻ്റെ പാക്കുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഉഴുന്നും നമ്മുടെ തൈരും. ഇനി നമുക്ക് ആവശ്യം ഇത് രണ്ടും കഴിഞ്ഞ് പിന്നെ നമുക്ക് ആവശ്യം ഞാനിവിടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് പൊടിയാണ് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഇനി മഞ്ഞൾ അലർജിയാണ്, മഞ്ഞൾ ഒട്ടും പറ്റില്ല എന്നുള്ളവർ മഞ്ഞൾ എടുക്കേണ്ട ആവശ്യമില്ല. മഞ്ഞൾ നമുക്ക് മുഖക്കുരു വന്ന പാടുകൾ മാറാനൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ മുഖം വെളുക്കാനും മുഖത്തിന് എപ്പോഴും ഒരു നല്ല എന്തോ ഒരു തിളക്കം കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്നതാണ്. അത് നമുക്കിതിലേക്ക് ഒരു 2 പിഞ്ചിട്ടാൽ മതി. ഇത്രയും മതി. ഞാനിത് നമ്മൾ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. കഴിയാറായി കണ്ടോ, ഒരു തുള്ളിയുള്ളൂ ഇതിൽ. അത്രയും ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ മഞ്ഞളും തൈരും നമ്മുടെ ഉഴുന്ന് അരച്ചതും പറഞ്ഞില്ല, ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞില്ലേ, അത് നമ്മുടെ ഉഴുന്ന് അരച്ചിട്ട് നമ്മളൊരു ഡപ്പയിലാക്കി, നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അരയ്ക്കുമ്പോൾ ഉഴുന്ന് അരച്ചിട്ട് ഒരു ഡപ്പയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്ക് ഒരാഴ്ചത്തേക്ക് ധാരാളമായി. പിന്നെ നമ്മൾ പിന്നെയും അരയ്ക്കുമ്പോൾ പിന്നെയും എടുത്ത് വയ്ക്കുക. അത്രയും നമ്മളെ നല്ലപോലെ സഹായിക്കൂ കേട്ടോ ഉഴുന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ തൈരും നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഉഴുന്ന് മാത്രമേ പറ്റുള്ളൂ വെച്ചാൽ അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് മഞ്ഞൾ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇത് തക്കാളി നമുക്ക് കുറച്ച്, ഇനിയിപ്പോൾ ചിലവർക്ക് ഇത് പറ്റില്ല എന്ന് പറയണവരുണ്ടല്ലോ, നമ്മുടെ തൈര് പറ്റില്ല എന്ന് പറയണവർക്ക് തക്കാളി ജ്യൂസ് മാത്രം ഇട്ടാലും മതി. തക്കാളി ഇത്രയൊന്നും ആവശ്യമില്ല. ഞാനൊന്ന് മുറിക്കട്ടെ. തക്കാളി മുറിച്ചിട്ട് നമുക്കിതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നമുക്കിതിലേക്ക് ചെറിയ സ്പൂണിന് 1 സ്പൂൺ ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി. ഇത് ഏതാ സ്കിപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉഴുന്നൊഴിച്ച് വേറെ ഏത് വേണിച്ചാലും നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തൈരില്ല വെച്ചാൽ നിങ്ങൾക്ക് തക്കാളി ജ്യൂസ് മാത്രം മതി. മഞ്ഞൾപ്പൊടി ഇടാൻ പറ്റില്ല വെച്ചാൽ മഞ്ഞൾപ്പൊടി ഇടണ്ട. അപ്പോൾ ബാക്കി 3 ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്യുക. നിങ്ങളിത് ഡെയിലി 30 ദിവസം 1 മാസം നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുക. കുളിക്കണതിന് ഒരു 20 മിനിറ്റ് മുമ്പ് എടുത്ത് മുഖത്തൊരു ചെറിയൊരു മസാജ് കൊടുത്ത് നിങ്ങളിത് മുഖത്ത് അങ്ങനെ ഇട്ട് വയ്ക്കുക. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കുളിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് കഴുത്തിലും മുഖത്തും കയ്യിലും കാലിലും ഒക്കെ തേക്കുക. എല്ലാ ബോഡി മൊത്തം നമ്മൾ കുളിക്കുമ്പോൾ തേക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കാം. മൊത്തത്തിൽ വെളുക്കും. ടാനൊക്കെ പെട്ടെന്ന് മാറും. ഫസ്റ്റ് യൂസിൽ തന്നെ ടാനൊക്കെ മാറും. ഫസ്റ്റ് യൂസിൽ തന്നെ മുഖത്തിന് നല്ല തിളക്കം കാണിക്കാൻ ഈ ഉഴുന്നിൻ്റെ പാക്ക് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ പാക്ക് നിങ്ങൾ കണ്ടുല്ലോ. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എല്ലാവരുടെയും അടുക്കളയിലുള്ള ഒരു സാധനം വെച്ചിട്ടാണ് ഞാൻ ഈ പാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് മുഖത്തും കഴുത്തിലും ഒക്കെ തേക്കാം. നല്ലപോലെ ഒരു മസാജ് കൊടുക്കാം നമുക്ക് ആദ്യം. എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല നമ്മുടെ മഞ്ഞൾപ്പൊടി പറ്റാത്തവർക്ക് പച്ചമഞ്ഞൾ അരച്ച് തേക്കുക. ചിലവർക്ക് കസൂരി മഞ്ഞൾ പറ്റില്ല, പക്ഷേ പച്ചമഞ്ഞൾ പറ്റും. ഓരോ സ്കിന്നിനും ഓരോ ടൈപ്പാണ്. അവരവരുടെ സ്കിന്നിനനുസരിച്ച് നിങ്ങൾ നോക്കി ചെയ്യണം കേട്ടോ. ആദ്യം നമുക്കൊരു മസാജ് കൊടുക്കുക. ഇത് നമ്മൾ കുറച്ച് മഞ്ഞൾ 2 പിഞ്ച് മഞ്ഞൾ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഖത്ത് മഞ്ഞ കളർ പിടിക്കുന്നുള്ള പേടിയൊന്നും വേണ്ട. മുഖത്ത് മഞ്ഞ കളറൊന്നും പിടിക്കില്ല കേട്ടോ. മുഖത്തിപ്പോൾ ഒരു 5 മിനിറ്റോളം ഞാൻ മസാജ് കൊടുത്തു. അതുപോലെ തന്നെ നമുക്കിത് കഴുത്തത്തെയും കൂടി കറുപ്പ് മാറാൻ നല്ലപോലെ സഹായിക്കുന്നതാണ്. കഴുത്തൊന്ന് ശ്രദ്ധിച്ചില്ല, എൻ്റെ കഴുത്തിൽ പെട്ടെന്ന് കറുപ്പ് കളർ വരിക. കഴുത്തിലും കൂടി ചെറുതായിട്ടൊരു മസാജ് ഞാൻ കൊടുത്തു. ഇനി നമുക്ക് ഈ പാക്ക് നല്ല കട്ടിക്ക് ഇട്ട് കൊടുക്കാം. കണ്ണിൻ്റെ അടിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനത് ഉണങ്ങണതിന് മുമ്പ് തന്നെ കഴുകിക്കളയും കേട്ടോ. അലച്ച് ഉണങ്ങണമെന്ന് തോന്നി ഒന്ന് അവിടെ നനച്ച് കൊടുക്കണം. കണ്ണിൻ്റെ അടിയിൽ നമ്മൾ എന്തിട്ട് കൊടുത്താലും അത് ശ്രദ്ധിക്കണം. അതുമാതിരി സംസാരിക്കാൻ നിൽക്കരുത്. തേച്ച് കഴിഞ്ഞതിന് ശേഷം ഉണങ്ങണ വരെ സംസാരിക്കുകയും വെച്ചാൽ മുഖം ചുളിവ് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിതൊക്കെ തേക്കുമ്പോൾ, മുഖത്ത് എന്ത് തേക്കുമ്പോഴും നമ്മൾ സംസാരിക്കാൻ നിൽക്കരുത്. മുഖത്ത് തേച്ച് നമുക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ജോലിയൊക്കെ ചെയ്യാം, സംസാരിക്കരുത് കേട്ടോ.
അപ്പോൾ കഴുത്തിലും മുഖത്തും ഞാൻ നല്ല കട്ടിക്കിട്ട് കൊടുത്തു. ഞാനിത് 20 മിനിറ്റ് ഇടാമെന്ന് വിചാരിക്കണം. അഥവാ കണ്ണിൻ്റെ അടിയിൽ ഉണങ്ങുകയെന്ന് വെച്ചാൽ 15 മിനിറ്റ് ആകുമ്പോഴേക്കും ഞാനിത് കഴുകിക്കളയും. അത് നമ്മുടെ ഇത് ശ്രദ്ധിക്കണം. എത്ര നേരം നിൽക്കുമ്പോഴാണ് നമ്മുടെ കണ്ണിൻ്റെ അടിയത്തെ ഉണങ്ങണം എന്നുള്ളത് നോക്കണം കേട്ടോ. അല്ലെച്ചാൽ പിന്നെ കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാതിരിക്കുക. ബാക്കിയുള്ള മാവ് എടുത്ത് നമുക്ക് നമ്മുടെ ഒരു കയ്യിലൊന്ന് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതും ഒന്ന് ഉണങ്ങാൻ അനുവദിക്കാം. അപ്പോൾ 2 കൈയും തമ്മിലുള്ള മാറ്റം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുത്തു. നമുക്ക് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരു മസാജ് കൊടുത്തിട്ട് കഴുകിക്കളയാം. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് മുഖത്തിട്ടിട്ട് 20 മിനിറ്റ് ആയിട്ട് ഞാനൊന്ന് കഴുകിയിട്ട് റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ മുഖം കഴുകിയിട്ട് വന്നു. നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയേക്കണം. മുഖത്തിന് നല്ലൊരു തിളക്കം, നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്. ടാൻ പൂർണ്ണമായും മാറി. ഫസ്റ്റ് യൂസിൽ കിട്ടുന്ന റിസൾട്ടാണ്. നമുക്ക് നല്ലപോലെ ഉണങ്ങി പിടിച്ച് കാരണം നമുക്ക് കഴുകിയെടുക്കുമ്പോൾ ഇത്തിരി ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുളിക്കുന്ന സമയത്ത് നിങ്ങളിത് തേച്ചാൽ മതി. അപ്പോൾ നമുക്ക് ബാത്റൂം പോയിട്ടെല്ലാം കഴുകിക്കളയരുത്. ഇപ്പോൾ കഴുത്തും മുഖമൊക്കെ കഴുകുമ്പോഴേക്കും അവിടെ മുഴുവൻ വെള്ളമാവും. മുഖത്തിന് നല്ല തിളക്കം കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി റിസൾട്ട് പറഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയേക്കണത്. കയ്യിലും അതുപോലെ നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയേക്കണത്. 2 കൈയിൻ്റെയും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഇതിന് നല്ലൊരു കളറുണ്ട്. ആ ഒരു ടാന് മുഴുവൻ മാറിയതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുക. എനിക്ക് എന്തായാലും ഒരു 3-4 ഷെയ്ഡെങ്കിലും ആ ഒരു വ്യത്യാസം എൻ്റെ മുഖത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യാസം നിങ്ങൾക്കും കിട്ടും. തീർച്ചയായും നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഫസ്റ്റ് യൂസിൽ കിട്ടുന്ന റിസൾട്ട് ഇത്രയുണ്ട്. അപ്പോൾ ഒരു മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ എന്തെന്നാ പറയുക, ഒരു മിറാക്കിൾ റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഉറപ്പ് പറയുകയാണ്. നിങ്ങൾ ഈ കമൻറ്റ് വഴി അറിയിച്ചവരെല്ലാവരും നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറണം വെച്ചാൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. എല്ലാ വീട്ടിലുള്ളതാണല്ലോ. ആദ്യം ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നിന് ഒരു പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.